കോഴിക്കോട് ക്ലാസ്സിൽ കയറുന്നില്ലെന്ന് മാതാവിനെ അധ്യാപകൻ അറിയിച്ചു. പക്ഷേ ഈ അധ്യാപകന് വിദ്യാർത്ഥിയുടെ ക്രൂര മർദ്ദനം ഏൽക്കേണ്ടി വന്നു. കോഴിക്കോട് നഗരത്തിലെ സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായത്. +1 വിദ്യാർത്ഥിയാണ് സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ മുന്നിൽ വെച്ച് അധ്യാപകനെ മർദ്ദിച്ചത്. നിയമ നടപടി വേണ്ടെന്നാണ് അധ്യാപകന്റെ തീരുമാനം. ബെൻസൻ ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്. ബെൻസൻ, കുട്ടി ക്ലാസ്സിൽ കയറിയില്ല, ഈ വിവരം അധ്യാപകൻ രക്ഷിതാക്കളെ അറിയിച്ചു. അതിന് അധ്യാപകന് കുട്ടിയുടെ മർദ്ദനം, അല്ലേ? അത് സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് കോഴിക്കോട് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സർക്കാർ സ്കൂൾ, 700-ലധികം വിദ്യാർത്ഥികളുള്ള ഒരു സർക്കാർ സ്കൂളാണ്. ഏറെ വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ്. അവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അധ്യാപനം നടത്തുന്ന ഒരു മുതിർന്ന അധ്യാപകനാണ് ഇത്തരത്തിലൊരു +1 വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് എന്നതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിന്റെ കാരണമായി പറയുന്നത്, കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിദ്യാർത്ഥി തുടർച്ചയായി സ്കൂളിൽ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ സ്കൂളിന്റെ പേരോ ആ വിദ്യാർത്ഥിയുടെ പേരോ അതോടൊപ്പം തന്നെ മർദ്ദനമേറ്റ അധ്യാപകന്റെ പേരോ പറയാത്തത് ആ സ്കൂൾ അധികൃതർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കാരണം അത് ആ കുട്ടിയുടെ ഭാവിയെ കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ പേരുകളൊന്നും പറയരുത്, നിങ്ങൾ ഇത്തരത്തിൽ ആ രീതിയിൽ സ്കൂളിന്റെയോ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ അടക്കം പേരുകൾ പറഞ്ഞുകൊണ്ട് ആ വാർത്ത പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആരുടെ പേര് നമ്മൾ പുറത്ത് പറയാത്തത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിദ്യാർത്ഥി സ്കൂളിൽ തുടർച്ചയായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പലപ്പോഴും ഒരു ഘട്ടത്തിൽ മദ്യം കൊണ്ട് സ്കൂളിൽ വരുന്ന ഒരു ഘട്ടത്തിലോട്ട് പോലും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് സ്കൂളിലെ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ മർദ്ദനമുണ്ടാകുന്നു. അതിന്റെ പേരിൽ ഈ പ്രധാന അധ്യാപകൻ ഈ വിദ്യാർത്ഥിയെ അടക്കം, ഈ വിദ്യാർത്ഥിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു, അവരെ ശകാരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങോട്ട് സ്കൂൾ വിദ്യാർത്ഥി സ്കൂളിൽ കൃത്യമായി എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പ്രധാന അധ്യാപകൻ വിദ്യാർത്ഥിയുടെ മാതാവിനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുന്നു. അങ്ങനെ പ്രധാന അധ്യാപകന്റെ മുറിയിൽ വെച്ചൊരു മീറ്റിംഗ് നടക്കുകയാണ്. പ്രധാന അധ്യാപകനുണ്ട്, ഈ കുട്ടിയുണ്ട്, കുട്ടിയുടെ മാതാവുണ്ട്, അതോടൊപ്പം തന്നെ മറ്റൊരു അധ്യാപകനുമുണ്ട്. ഇവർ 4 പേരും ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ഈ കുട്ടിയുടെ മാതാവ് പറയുന്നു, ഈ സ്കൂളിൽ പഠിച്ചത് കൊണ്ടാണ് തന്റെ മകൻ ഇത്രത്തോളം ഒരു മറ്റൊരു പാതയിലേക്ക് പോയത്. അതിനാൽ തന്നെ തനിക്ക് TC വേണം, ഈ കുട്ടിക്ക് TC നൽകണമെന്ന് മാതാവ് പറയുന്നു. അപ്പോൾ പ്രധാന അധ്യാപകൻ പറയുന്നു, അങ്ങനെ TC നൽകി വിടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല, നമുക്ക് നോക്കാം, പരീക്ഷയ്ക്കാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഈ അധ്യാപകർക്ക് പോലും രക്ഷയില്ലാത്ത കാലമൊക്കെയാണ്.